ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ CSEB എക്സാമിന് കോർപ്പറേഷൻ പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സിലബസിൽ പുതിയതായിട്ട് വന്ന ഏരിയാസും അതുപോലെ തന്നെ നമുക്കെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോർ ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഇൻ ബാങ്ക്സ്? ഇതൊരു പുതിയ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് അറിയണം. എന്താ അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ബാങ്ക്സ് മാനേജ് ദെയർ അസറ്റ് ആൻഡ് ലയബിലിറ്റി. ബാങ്ക്സ് എങ്ങനെയാണ് അവരുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്ക്സ് അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്? ലിക്വിഡിറ്റി ഉണ്ടാവാനും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവാനും അതുപോലെ തന്നെ റിസ്ക് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ബാങ്ക്സ് അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാനേജിങ് ദെയർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ബൈ ബാങ്ക് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് കൺട്രോൾ റിസ്ക് കൺട്രോൾ ചെയ്യാനും അസറ്റ്സും ലയബിലിറ്റീസും എന്താണ് മാനേജ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? റിസ്ക് കൺട്രോൾ ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവാനും ലിക്വിഡിറ്റി ഉണ്ടാവാനും. അതിനെയാണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഇൻ ബാങ്ക്സ്? ബാങ്ക്സിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ റിസ്ക് കൺട്രോൾ ചെയ്യാനും ലിക്വിഡിറ്റി ഉണ്ടാക്കാനും. അപ്പോൾ ഇൻക്രീസ് പ്രോഫിറ്റ് ടു ബാലൻസ് റിസ്ക് ആൻഡ് ലിക്വിഡിറ്റി ആൻഡ് റിസ്ക് ടു റെഡ്യൂസ് സ്റ്റാഫ് ടു ക്ലോസ് ബ്രാഞ്ചസ്. എന്താണ് കുറച്ചും കൂടി ആപ്റ്റ് ആയത്? ടു ബാലൻസ് ലിക്വിഡിറ്റി ആൻഡ് റിസ്ക് ആണ്. നെക്സ്റ്റ്, ഇൻ ALM വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ അസറ്റ്? അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റിൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ്. അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റിൽ നമുക്ക് അസറ്റ്സും ലയബിലിറ്റീസും പ്രത്യേകം നമുക്ക് എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അസറ്റ്സിൽ വരുന്നത് ലോൺ ടു കസ്റ്റമർ. എന്താണ്? കസ്റ്റമേഴ്സിനുള്ള ലോൺ ടു കസ്റ്റമർ ഇതെന്താണ്? അസറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്. ക്യാഷ് റിസർവ് അസറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റാണ്. അതായത് ഈ ഫിക്സ്ഡ് അസറ്റിൽ വരുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് അസറ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ALMൽ അസറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് ലോൺ ടു കസ്റ്റമർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ് റിസർവ്, ഫിക്സ്ഡ് അസറ്റ്. ഇനി ലയബിലിറ്റിക്ക് എന്തൊക്കെയായിരിക്കും? അപ്പം ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് എന്താണ്? കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കൊടുക്കണം. ഡെപ്പോസിറ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലയബിലിറ്റി ആണ്. പിന്നെ ബോറോവിങ്സ് ഫ്രം അതർ ബാങ്ക്, പിന്നെ അതുപോലെ സേവിങ്സ് അക്കൗണ്ട്, ടേം ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് എന്ത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ALMൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോണ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ് റിസർവ്, ഫിക്സ്ഡ് അസറ്റ്, അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ, അതാണ് അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റിയിൽ വരുന്നതാണ് ഡെപ്പോസിറ്റ്, ബോറോവിങ് ഫ്രം അതർ ബാങ്ക്, സേവിങ്സ് അക്കൗണ്ട്, ടേം ഡെപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അസറ്റ് ഏതാണെന്നാണ്. അസറ്റ് ഏതാ? കസ്റ്റമർക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റ് അസറ്റാണോ? കസ്റ്റമറുടെ ഡെപ്പോസിറ്റ് അസറ്റാണോ? അല്ല. കസ്റ്റമറുടെ ഡെപ്പോസിറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. പിന്നെ അതുപോലെ ഷെയർ ക്യാപിറ്റൽ അസറ്റാണോ? അല്ല. പിന്നെന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അസറ്റാണോ? അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റ് എന്ന് പറയുന്നത് ലോൺ ടു കസ്റ്റമർ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് ഡസ് നോട്ട് ഇൻക്ലൂഡ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ? ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ എന്താണ് ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അവിടുത്തെ സിസ്റ്റം ഓഫ് ഹാൻഡ്ലിങ് ഡെയിലി ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ബാങ്കിങ് സർവീസസ് എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഹാൻഡ്ലിംഗ് ഓഫ് ഓൾ ഡെയിലി ആക്ടിവിറ്റീസ്, of the bank to ensure
എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസസ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഡെലിവർ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്താണ്, അതിനെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ലെൻഡിങ് ആക്ടിവിറ്റി, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, റെഗുലേറ്ററി കംപ്ലൈൻസ്, കസ്റ്റമർ സർവീസ്, റിസ്ക് മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് നമ്മളുടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ വരുന്ന കോർ ഏരിയാസ് എന്ന് പറയുന്നത്. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ്, റിസ്ക് മാനേജ്മെൻറ്റ്, ലെൻഡിങ് ആക്ടിവിറ്റീസ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, റെഗുലേറ്ററി കംപ്ലൈൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏരിയ എന്നാണ്. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാത്ത ഏരിയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീ ഓപ്പറേഷണൽ ഏരിയാസ് അല്ലാത്തത് ഏതാണെന്നാണ്. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് കീ ഓപ്പറേഷണൽ ഏരിയ ആണ്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് ഏരിയ ആണ്. ലെൻഡിങ് ലോണ് നമ്മളുടെ ഏരിയ ആണ്. ഇഷ്യൂയിങ് ഷെയർസ് ആണ് നമ്മളുടെ കോർ ഏരിയയിൽ ഉൾപ്പെടാത്ത കാര്യം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വിച്ച് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ALM. ALMൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ്. ALMൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ്. റിസ്ക് മാനേജ്മെൻറ്റ്, മാക്സിമൈസിങ് സ്പ്രെഡ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേ, ഗ്യാപ്പ് മാനേജ്മെൻറ്റ്. ഏതാണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ് ALMൻ്റെ ഫങ്ഷൻ അല്ലാത്തത്. റിസ്ക് മാനേജ്മെൻറ്റും സ്പ്രെഡ് മാക്സിമൈസ് ചെയ്യലും പിന്നെ അതുപോലെ ഗ്യാപ്പ് മാനേജ്മെൻറ്റും ALMൻ്റെ ഫങ്ഷൻ ആണ്. ALMൻ്റെ ഫങ്ഷൻ അല്ലാത്തത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്. ALM എന്താണെന്ന് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നെക്സ്റ്റ്, ഹൂ സൂപ്പർവൈസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള. കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാന്നാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഫങ്ഷൻ ചെയ്യുന്നത് KCS ആക്ടിൻ്റെ ബേസിലാണ്. KCS ആക്ട് ആൻഡ് റൂൾ 1969 ബേസിലാണ്. നമ്മൾക്ക് എന്താണ് നമ്മളുടെ റൂളും ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സഹകരണ സംഘങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ നിയന്ത്രണത്തിലാണ്. ഇതൊരു നോഡൽ ഏജൻസി ഒക്കെ ആയിട്ട് നമുക്ക് എന്താണ് നബാർഡും ഉണ്ട്. അപ്പോൾ നബാർഡിൻ്റെയും രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സൂപ്പർവിഷനിലാണ് നമ്മുടെ കേരളത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ ഫങ്ഷണൽ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സിലബസിലെ പാർട്ടിനുള്ള ചോദ്യങ്ങളാണ്. ഇന്ന് നമുക്ക് സ്കീംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേരിയസ് സ്കീംസ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുകൾ, ആ ഒരു സ്കീമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അണ്ടർ വിച്ച് സ്കീം ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വാസ് കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഏത് സെക്ഷൻ പ്രകാരമാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ്. നമുക്കറിയാം എന്താണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 57B ആണ്. KCS ആക്ടിലെ സെക്ഷൻ 57B ആണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സെക്ഷൻ 57B ഓഫ് KCS ആക്ട് ആണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം 11/1/2012 ഈ ഒരു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? നമുക്കറിയാം കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡാണ്. നെക്സ്റ്റ്, ഓൺ വിച്ച് ഡേറ്റ് കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ്? ഏത് ഡേറ്റിലാണ് ഈ ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 11/1/2012. വാട്ട് ഈസ് എ മാക്സിമം ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി എമൗണ്ട് പ്രൊവൈഡഡ് ബൈ പെർ ഡെപ്പോസിറ്റർ പെർ സൊസൈറ്റി അണ്ടർ ദിസ് സ്കീം? ഈ സ്കീം പ്രകാരം ഒരു ഡെപ്പോസിറ്റർക്ക് പെർ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി എത്രയാണ്? 5 lakh rupees ആണ് മാക്സിമം കിട്ടുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പെർ സൊസൈറ്റി
പ്രൊവൈഡഡ് പെർ ഡെപ്പോസിറ്റ് പെർ സൊസൈറ്റി. ഒരു ഡെപ്പോസിറ്റർക്ക് ഒരു സൊസൈറ്റിയിൽ നിന്ന് 5 ലക്ഷം വരെ നമുക്ക് എന്താണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി കിട്ടുമെന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ബൂസ്റ്റ് ഡെപ്പോസിറ്റർ കോൺഫിഡൻസ്. ഡെപ്പോസിറ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുകയും നമുക്കെന്താണ് ഡെപ്പോസിറ്റിന് ഒരു റീപേയ്മെൻറ്റ് ഗ്യാരണ്ടിയും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഗ്യാരണ്ടി റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, റീപേയ്മെൻറ്റ് എന്ത് ചെയ്യാണ് ഗ്യാരണ്ടി കൊടുക്കുക, അതുവഴി എന്താണ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സൊസൈറ്റി ആർ എക്സ്ക്ലൂഡഡ് ഫ്രം കവറേജ് അണ്ടർ ദ സ്കീം? ഈ സ്കീം പ്രകാരം കവറേജ് കിട്ടാത്ത കണ്ടീഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റികൾ ഏതൊക്കെയാണെന്നാണ്. ഡോർമെൻറ്റ് സൊസൈറ്റിക്കും ഡിഫക്റ്റ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ലിക്വിഡേറ്റഡ് സൊസൈറ്റിക്ക് ഈ ഒരു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രകാരമുള്ള ഗ്യാരണ്ടി കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോർമെൻറ്റ് സൊസൈറ്റി, ഡിഫക്റ്റ് സൊസൈറ്റി ഓർ ലിക്വിഡേറ്റഡ് സൊസൈറ്റി. നെക്സ്റ്റ്, which form must eligible society must submit for enrollment under deposit guarantee scheme? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻറോൾമെൻറ്റിന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട ഫോം ഏതാണെന്നാണ്. ഫോം നമ്പർ 1 ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എലിജിബിൾ സൊസൈറ്റീസ് ഈ ഒരു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ എൻറോൾമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഫോം എന്ന് പറയുന്നത് ഫോം നമ്പർ 1 ആണ്. ഇനി ത്രൂ ഹും ഷുഡ് ഫോം നമ്പർ 1 ബി സബ്മിറ്റഡ് ഫോർ എൻറോൾമെൻറ്റ് ഇൻ ദ സ്കീം? ഈ സ്കീമിൽ നമ്മൾ പറഞ്ഞു എൻറോൾമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോം നമ്പർ 1 സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആര് മുഖാന്തരമാണ് നമ്മൾ ഈ ഫോം നമ്പർ 1 സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ മുഖാന്തരമാണ് നമ്മൾ എന്താണ് ഫോം നമ്പർ 1 സബ്മിറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് എ രജിസ്ട്രേഷൻ ഫീ ഫോർ എൻറോൾമെൻറ്റ് അണ്ടർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രകാരമുള്ള എൻറോൾമെൻറ്റിനുള്ള ഫീ എത്രയാണെന്നാണ്. ഫീ എത്രയാണ്? റുപ്പീസ് 0.10 per 100 ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ്. അതായത് 10 പൈസയാണ് 100 റുപ്പീസ് ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റിനുള്ളത്. അതായത് ഓരോ 100 രൂപയ്ക്കും 10 പൈസ നിരക്കിലാണ് നമ്മൾ ഈ ഒരു എൻറോൾമെൻറ്റിന് രജിസ്ട്രേഷൻ ഫീ പേ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ വാലിഡിറ്റി ഓഫ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതിൻ്റെ വാലിഡിറ്റി പീരീഡ് എത്രയാണെന്നാണ്. 1 ഫൈനാൻഷ്യൽ ഇയർ ആണ് അതിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെഡ് ലൈൻ ഫോർ പേയിങ് ദ ആനുവൽ പ്രീമിയം കോൺട്രിബ്യൂഷൻ? ആനുവൽ പ്രീമിയം കോൺട്രിബ്യൂഷൻ പേ ചെയ്യാനുള്ള ഡെഡ് ലൈൻ എപ്പോഴാണെന്നാണ്. ജൂൺ 30 ആനുവൽ പ്രീമിയം പേ ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ പീനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ഡിലേഡ് പ്രീമിയം പേയ്മെൻറ്റ്? അതായത് പ്രീമിയം പേ ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഡെഡ് ലൈൻ ജൂൺ 30 പറഞ്ഞു. അതിൽ ഡിലേ വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ പീനൽ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാണ്. 12% പെർ ആനുവം ആണ് പ്രീമിയം പേ ചെയ്യാൻ വേണ്ടി ഡിലേ വരുത്തി കഴിഞ്ഞാലുള്ള പീനൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 12% പെർ ആനുവം. വിച്ച് ഫോം ഈസ് യൂസ്ഡ് ഫോർ സബ്മിറ്റിംഗ് ദ ആനുവൽ ഡെപ്പോസിറ്റ് റിട്ടേൺ? ആനുവൽ ഡെപ്പോസിറ്റ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഫോം ഏതാണെന്നാണ്. നമ്മൾ ഫോം 1 നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ആനുവൽ ഡെപ്പോസിറ്റ് റിട്ടേൺ കിട്ടാൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഫോം എന്ന് പറയുന്നത് ഫോം 2 ആണ്. നെക്സ്റ്റ്, വിച്ച് ഫോം ഈസ് യൂസ് ഫോർ സബ്മിറ്റിംഗ് ദ കോൺട്രിബ്യൂഷൻ റിട്ടേൺ? കോൺട്രിബ്യൂഷൻ റിട്ടേൺ കിട്ടാനുള്ള ഫോം എന്ന് പറയുന്നത് ഫോം 3 ആണ്. അപ്പോൾ 3 ഫോമുകൾ നമ്മൾ പഠിച്ചു. ഫോം 1, 2 and 3. Next question, what is the official name of welfare initiative that exempt cooperative loan borrower from remaining liabilities upon death or terminal illness? അതായത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ ഇൽനെസ്സോ അല്ലെങ്കിൽ ഡെത്തോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ വെൽഫെയർ ഇനീഷ്യേറ്റീവ് എന്താണെന്നാണ്. അത് കേരള കോപ്പറേറ്റീവ് ഡെപ്റ്റ് റിലീഫ് സ്കീം 2008 പ്രകാരമാണ് നമുക്ക് ഈ ഒരു ഡെത്തോ അല്ലെങ്കിൽ ടെർമിനൽ ഇൽനെസ്സോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടം ഇതാക്കാനുള്ള ഒരു വെൽഫെയർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അണ്ടർ ദ കേരള കോപ്പറേറ്റീവ് ഡെപ്റ്റ് റിലീഫ് സ്കീം 2008, what is the maximum amount payable from the fund if the borrower dies during the loan period or within 6 months? അതായത് കടം എടുത്ത ആൾ, കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആൾ
മരണപ്പെടുകയോ അല്ലെങ്കിൽ എന്താണ് ലോൺ കാലാവധി തീരുന്നതിന് മുന്നേ മരണപ്പെടുക അല്ലെങ്കിൽ കാലാവധി തീർന്ന് 6 മാസത്തിനുള്ളിൽ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന മാക്സിമം എമൗണ്ട് എത്രയായിരിക്കും എന്നാണ്. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 3 lakh ആണ്. 3 lakh ആണ് മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് ഓർ കോ ഒബ്ലിഗൻറ്റ് ലോൺസ് ഹൗ ഈസ് ഡെത്ത് ബെനിഫിറ്റ് പെയ്ഡ്? അതായത് ജോയിൻ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് ലോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഡെത്ത് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനത്തെ ജോയിൻറ്റ് ലോണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോ ഒബ്ലിഗൻ്റ് ഒക്കെ ഉള്ള കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് പ്രൊപ്പോർഷണൽ എമൗണ്ട് കറസ്പോണ്ടിങ് ടു ദ ഡിസീസ്ഡ് ബോറോവേഴ്സ് ഷെയർ. അതായത് ഇപ്പോൾ എയും ബിയും ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് എത്രയാണ്, ഇപ്പോൾ ഒരു 5 ലക്ഷമാണ് എ എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്, അല്ലെങ്കിൽ എ 3 ലക്ഷം ബി 2 ലക്ഷം ഉണ്ടെങ്കിൽ ബി എ ആണ് മരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബീൻ്റെ കേസ് അവിടെ നിലനിൽക്കും, എൻ്റെ കോൺട്രിബ്യൂഷനാണ് അവിടെ എന്താണ് പേ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ CSEBയുടെ പുതിയ സിലബസിൽ വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് CSEBക്കും അതുപോലെ തന്നെ JCI ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിനും KS കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റിനും വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ KS കാർഡ് ബാങ്ക് അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഷൈനിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ആ പോസ്റ്റിലൊക്കെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എത്താൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പഠനം കോമ്പറ്റീറ്റീവ് ക്രാക്കറുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മൾ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ കോഴ്സസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമുക്ക് എന്താണ് കുറച്ചൊക്കെ റേഞ്ചിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. കാരണം PSCക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അത്തരത്തിലുള്ള കുറച്ച് എന്താണ് ലെവൽ കൂടിയ ചോദ്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സസിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ബേസും ഉണ്ട്, അതുപോലെ തന്നെ പല റേഞ്ചിലുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. CSEB അതുപോലെ തന്നെ ഖാദി ബോർഡ് JCIയും KS കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റും ഒറ്റ പഠനം കൊണ്ട് നമുക്ക് എന്താണ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് എന്താണ് കോമൺ ആണ്. അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സേ CSEBക്കുള്ളൂ. ബാക്കി എല്ലാം കോർപ്പറേഷനും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് എന്താണ് ബാങ്കിങ് ഒക്കെ നമുക്ക് CSEBക്കുള്ള അതേ ഏരിയാസ് തന്നെയാണ് വരുന്നത്. അപ്പം നല്ല രീതിയിൽ പഠിച്ചാൽ ഈ 3 പരീക്ഷയ്ക്കും നമുക്ക് എന്താണ് ഉയർന്ന റാങ്ക് നേടാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി CCയോടൊപ്പം ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ഫണ്ട് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്? കേരള കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നാണെന്നാണ്. അപ്പോൾ കേരള കോപ്പറേറ്റീവ് വെൽഫെയർ ഫണ്ട് അതുപോലെ തന്നെ റിസ്ക് ഫണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഇതൊക്കെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്നാണ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നാണ്. 1986 കേരള കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ ദ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് റീസ്ട്രക്ചേർഡ് ആസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്? ഈ വെൽഫെയർ ഫണ്ടിനെ വെൽഫെയർ ബോർഡായിട്ട് റീസ്ട്രക്ചർ ചെയ്തത് ഏത് ഇയറിലാണെന്നാണ്? 1992. ഇനി വാട്ട് വാസ് ദ പർപ്പസ് ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്? കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള പർപ്പസ് എന്താണെന്നാണ്? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ എയ്ഡ് ആൻഡ് വെൽഫെയർ സപ്പോർട്ട് ടു റെഗുലർ എംപ്ലോയീസ്. റെഗുലർ എംപ്ലോയീസിന് ഫിനാൻഷ്യൽ എയ്ഡും വെൽഫെയർ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇൻ 1996 the coverage of welfare board was expanded to include employees from cooperative institution under which sectors? ഏതൊക്കെ സെക്ടേഴ്സിലാണ് വെൽഫെയർ ബോർഡിൻ്റെ ആ ഒരു പരിധി ഏതൊക്കെ സെക്ടേഴ്സിലേക്കാണ് എക്സ്പാൻഡ് ചെയ്തതെന്നാണ്? ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസും പിന്നെ അതുപോലെ തന്നെ കൊയർ, മിൽക്ക്, ഫിഷറീസ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസും കൂടി കോപ്പറേറ്റീവ് വെൽഫെയർ ബോർഡിൻ്റെ സേവനങ്ങൾ എന്താണ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ചേഞ്ച് ഒക്കേർഡ് ഇൻ വെൽഫെയർ സ്കീം ഫോർ കമ്മീഷൻ ഏജൻസ് ഇൻ 2013? അതായത് കമ്മീഷൻ ഏജൻസിൻ്റെ കേസിൽ എന്താണ് ഈ സ്കീമിൽ വന്നിട്ടുള്ളതെന്നാണ്. ദ സ്കീം വാസ് ക്യാൻസൽ ടു യൂണിഫൈ ബെനിഫിറ്റ് ഫോർ ഓൾ മെമ്പേഴ്സ്. അതായത് കമ്മീഷൻ ഏജൻസിന് ഇതാക്കാൻ വേണ്ടി സ്കീം എന്താണ് എല്ലാവർക്കും മെമ്പേഴ്സിന് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കീം ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സിൻസ് വിച്ച് ഇയർ the employees of all other boards under cooperative department include under the welfare board scheme? അതായത് ഈ കേരള കോപ്പറേറ്റീവ് വെൽഫെയർ ബോർഡ് സ്കീം പ്രകാരം
സഹകരണ മേഖലയിലെ എല്ലാ എംപ്ലോയീസും ഈ ഒരു ഇതിൻ്റെ പരിധിയിൽ വന്നത് ഏത് വർഷം മുതലാണെന്നാണ്? 2017 മുതലാണ്. നെക്സ്റ്റ്, അണ്ടർ ഹൂസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഡസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ഫംഗ്ഷൻ? എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ആരുടെ കീഴിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നാണ്? നമ്മളുടെ സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലാണ് കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ബോർഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്? അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ആൾ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്നാണ്? അഡീഷണൽ റേഷ്യാൾ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. നെക്സ്റ്റ്, വെർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ലൊക്കേറ്റഡ്? എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നാണ്? തിരുവനന്തപുരത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. വിച്ച് ലോസ് ആർ കവേർഡ് അണ്ടർ സെക്ഷൻ 57A സബ്സെക്ഷൻ 4 ഫ്രം ദ ഫണ്ട്? ഏത് തരം ലോസ് ആണ് സെക്ഷൻ 57A സബ്സെക്ഷൻ 4 പ്രകാരം കവർ ചെയ്യുന്നതെന്നാണ്? ലോസ് ടു അസെറ്റ് despite reasonable precautions. Next, which of the following is not specified in section 57A5? സെക്ഷൻ 57A5 പ്രകാരം എന്താണ് സ്പെസിഫൈ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്? യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, ടൈം ആൻഡ് മാനർ ഓഫ് കോൺട്രിബ്യൂഷൻ, ഗ്രാൻഡിങ് ഇലക്ഷൻ സിംബൽസ്, കണ്ടീഷൻ ഫോർ റിലീഫ് ടു സൊസൈറ്റി. എന്താണ് ഇതിൽ പ്രതിപാദിക്കാത്ത, സെക്ഷൻ 57A പ്രതിപാദിക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രാൻഡിങ് എലക്ഷൻ സിംബൽസ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ദാറ്റ് മാനേജ് ദ വെൽഫെയർ ഫണ്ട്? വെൽഫെയർ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന് പറയുന്ന പേരെന്താണെന്നാണ്? കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡാണ്. നെക്സ്റ്റ്, വാട്ട് വാസ് എ കോപ്പറേറ്റീവ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം നോട്ടിഫൈഡ്? അതായത് വെൻ വാസ് ദ കേരള കോപ്പറേറ്റീവ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം നോട്ടിഫൈ ചെയ്തത് എന്നാണ്? 2000 നോട്ടിഫൈ ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ്. അപ്പോൾ നമുക്ക് CSEB എക്സാമിന് ഒരു നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ CSEBയുടെ സിലബസ് വ്യക്തമായിട്ട് പഠിക്കുക. നമ്മൾ CSEB എക്സാമിന് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മുൻ വർഷങ്ങളിലെ ഉദ്യോഗാർത്ഥികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള സിലബസ് CSEB പുറത്തു വിട്ടിട്ടുണ്ട്. മുന്നേ സബ്ജക്റ്റ് മാത്രമേ CSEB സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സബ്ജക്റ്റ് തറവായിട്ട് അല്ലെങ്കിൽ ആ സിലബസ് തറവായിട്ട് നോക്കുക. സിലബസിലെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആരോഹ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 6 മന്ത് നമുക്ക് മുൻപിലുണ്ട്. ആ 6 മന്തിൻ്റെ ഉള്ളിൽ 2 CSEB എക്സാംസ് നമുക്ക് വരും. അപ്പോൾ ആ CSEB എക്സാം എഴുതിക്കൊണ്ട് തന്നെ നമുക്കെന്താണ് പഠിച്ചുകൊണ്ട് എക്സാം എഴുതുകയും പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കെന്താണ് ഒരു പ്ലേസ്ഡ് ആവുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും CSEB എക്സാം നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്